ഈ 75 വയസ്സ് എന്ന ഒരു പ്രായപരിധി ബി ജെ പിയുടെ ഭരണഘടനയിലും ഇല്ല. 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി ചുമതല വഹിക്കാൻ പാടില്ലെന്നും 75 വയസ്സ് കഴിഞ്ഞവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പാടില്ലെന്നും ഒരു നിബന്ധന പാർട്ടിയുടെ ഭരണഘടനയിൽ ഇതുവരെ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നത് നരേന്ദ്രമോദി തന്നെയാണ്. 2014 അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് 75 വയസ്സ് പൂർത്തീകരിച്ചു എന്ന കാരണത്താൽ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന സീനിയർ നേതാക്കളായിരുന്ന ലാൽകൃഷ്ണ അദ്വാനിയെയും അതുപോലെ മുരളി മനോഹർ ജോഷിയും ഒക്കെ ഒഴിവാക്കി. അവർ ഭരണാധികാരി കൈയാളുന്ന ഒരു സ്ഥാനത്ത് നിന്ന് അവർ ഉൾപ്പെടുത്തിയില്ല. ഒഴിവാക്കിയല്ല, ഉൾപ്പെടുത്തിയില്ല. പിന്നീട് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴൊക്കെ 75 വയസ്സ് എന്ന നിബന്ധന ഏറെക്കുറെ പാലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല ഈ മുഖ്യമന്ത്രിമാരെ പലരെയും പിന്നീട് അവരുടെ കാലാവധി പൂർത്തിയാവുന്ന മുറക്കോ പൂർത്തിയാവുന്നതിന് മുമ്പോ ആ സ്ഥാനത്ത് നിന്ന് നീക്കി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് മാറ്റുന്നതൊക്കെ കണ്ടു. കോൺഗ്രസ്സുകാർ പണ്ട് ചേരുന്ന പോലെ ആ ഒരു മുഖ്യമന്ത്രി 5 കൊല്ലം അല്ലെങ്കിൽ അതിലധികമൊന്നും കോൺഗ്രസ്സിൽ അനുവദിക്കുമായിരുന്നില്ല. കാരണം മുഖ്യമന്ത്രി അവിടെ പ്രബലനാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ മാറ്റിയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ബി ജെ പിക്കാർ അത് വേറൊരു രീതിയിലാണ് ചെയ്തത്. അവിടെ ഇതുപോലെ മുഖ്യമന്ത്രിമാരെ മാറ്റാറുണ്ട്. അപ്പോൾ ഈ മാറ്റപ്പെടുന്ന ആളുകൾ ആരും തന്നെ 75 വയസ്സ് കഴിഞ്ഞവരായിരിക്കില്ല എന്നുള്ളത് ബി ജെ പി ഏതാണ്ട് ഉറപ്പുവരുത്തിയിരുന്നു എല്ലാ ഘട്ടത്തിലും.